പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സദൃശ്യവാക്യം 20-ാം അധ്യായം 11-ാം വാക്യം. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തൻ്റെ പ്രവൃത്തി വെടുപ്പും നേരുള്ളതുമാകുമോ എന്ന് അറിയാം. ഹല്ലേലൂയ. ഒരു പൈതലിൻ്റെ, ഒരു ചെറുപ്പക്കാരൻ്റെ പ്രവൃത്തിക്കകത്തൂടെ അവൻ എങ്ങനെയുള്ളവനെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ തലമുറയിലും ഹല്ലേലൂയ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ കർത്താവിനെ ഭയപ്പെടുന്ന, ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനമുള്ള, ഹല്ലേലൂയ ദേശത്തിനും നാടിനും നല്ലതായിത്തീരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമത്രേ. നമുക്കും നമ്മുടെ ഭവനത്തിലുള്ള ഹല്ലേലൂയ ഒരു തലമുറയെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കാൻ ശ്രമിക്കാം. ദൈവം തന്ന ദാനമാ തലമുറകൾ. കുഞ്ഞുങ്ങൾ യഹോവയുടെ ദാനമാ, കർത്താവിൻ്റെ അനുഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ ദൈവം തരുന്ന അനുഗ്രഹത്തെ ദൈവമഹത്വത്തിന് വേണ്ടി വാർത്തെടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഒരു ക്രിസ്തീയ തലമുറ ദൈവത്തിൻ്റെ കരത്തിൽ പ്രയോജനപ്പെടുന്ന, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ പ്രയോജനപ്പെടുന്ന ഒരു തലമുറയായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തലമുറയെ എങ്ങനെ വാർത്തെടുക്കാമെന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, അവരുടെ മുമ്പാകെ നമുക്ക് ഒരു നല്ല റോൾ മോഡലായി തീരണം, നല്ല ഒരു മാതൃകയുള്ളവരായി തീരണം. ഹല്ലേലൂയ. തലമുറകൾ തങ്ങളുടെ പിതാക്കന്മാരെയും അമ്മമാരെയും കണ്ടാ പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പാഠം വീട്ടിൽ നിന്നായിരിക്കട്ടെ. അവരുടെ മുമ്പിൽ നമ്മുടെ നടപ്പ് നല്ലതെങ്കിൽ അവർക്ക് അത് കണ്ട് പഠിക്കാൻ സാധിക്കും. ഒരപ്പനെ കണ്ട് ഒരു മകൻ വളർന്നു വരുന്നത് പോലെ, ഒരമ്മയെ നോക്കി ഒരു മകള് വളരുന്നത് പോലെ അവരുടെ നടുവിൽ നല്ല സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ നമുക്ക് ശ്രമിക്കാം. വേദപുസ്തകത്തിൽ തിമോത്തിയോസിൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിൽ 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു അമ്മയ്ക്കകത്തുനിന്നും വലിയമ്മയ്ക്കകത്തുനിന്നും എങ്ങനെയാ വിശ്വാസം തലമുറയിലേക്ക് കൈമാറിയതെന്ന്. അല്ലെങ്കിൽ നിൻ്റെ അമ്മയിലും വലിയമ്മയിലും ഈ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് അപ്പസ്തോലനായ പൗലോസ് പറയത്തക്ക രീതിയിൽ അത് വളരെ ശ്രദ്ധേയമായിരുന്നു. അവൻ്റെ അമ്മയിലും വലിയമ്മയിലും കണ്ട വിശ്വാസം തിമോത്തിയോസിലും ഹല്ലേലൂയ അപ്പസ്തോലനായ പൗലോസ് കാണുന്നു. പ്രിയരെ, തലമുറയിലേക്ക് കൈമാറാനുള്ളത് ഈ ലോകത്തിൻ്റെ സമ്പത്തിനെക്കാട്ടിലും ഈ ലോകത്തിലെ പേരിനെക്കാട്ടിലും ദൈവിക വിശ്വാസമത്രേ. നമ്മിലെ വിശ്വാസം നമ്മുടെ തലമുറകൾ ശ്രദ്ധിക്കട്ടെ, നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ ശ്രദ്ധിക്കട്ടെ. മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലായി തീരാൻ, മാതൃകയുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ഈ തലമുറയുടെ നടുവിൽ മനുഷ്യർ എങ്ങനെയും ജീവിച്ചു പോകുമ്പോൾ അവരുടെ നടുവിൽ വിശ്വാസത്തിൻ്റെ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഏത് സാഹചര്യത്തിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ തലമുറകളും അനുകരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അവരുടെ നടുവിൽ ഞങ്ങളുടെ നടപ്പ് വിശുദ്ധിയുള്ളതായി തീരട്ടെ, നേരുള്ളതായി തീരട്ടെ. ഞങ്ങളുടെ വായിലെ വാക്കുകൾ വിശ്വാസത്തിൻ്റെ വാക്കുകളായി തീരട്ടെ. ഞങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തികൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളായി തീരട്ടെ. ദൈവത്തെ മുന്നിൽ നിർത്തി ദൈവത്തെ ഭയത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. എത്ര പേരതൊന്ന് പ്രാർത്ഥിക്കും? പലപ്പോഴും ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ വാക്കുകളും പ്രവൃത്തികളും മാറ്റിക്കളയുന്നതാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. അല്ലെങ്കിൽ ഈ ലോകത്തിൽ പലരും തലമുറകൾക്ക് പലതും കൈമാറും. സദൃശ്യവാക്യം 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഏത് മനുഷ്യനും തൻ്റെ മക്കൾക്ക് വേണ്ടി, മക്കളുടെ മക്കൾക്ക് വേണ്ടി ചിലത് സമ്പാദിച്ചു വെച്ച് അവർക്ക് വേണ്ടി കൈമാറും, അവർക്ക് വേണ്ടി സമ്പത്ത് കൊടുക്കും, അവർക്ക് വേണ്ടി കുടുംബത്തിലുള്ള പാരമ്പര്യത്തിൻ്റെ ഇൻഹെറിറ്റൻസ്, പാരമ്പര്യത്തിൻ്റെ സ്വത്തുക്കൾ അവർക്ക് കൈമാറും. പ്രിയരെ, ഇന്ന് രാവിലെ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമുക്ക് കൈമാറാനുള്ളത് സ്വത്തിനെക്കാട്ടിലും കുടുംബ പേരിനെക്കാട്ടിലും കുടുംബത്തിൻ്റെ പ്രശസ്തിയെക്കാട്ടിലും വലുത് ദൈവിക വിശ്വാസമത്രേ, ക്രിസ്തുവിൻ്റെ വചനമത്രേ, ക്രിസ്തുവിൻ്റെ നാമമത്രേ. അതുകൊണ്ട് പ്രവാചകനായ യേശയ്യാവ് വിളിച്ചു പറയുന്നത്, കർത്താവേ, എൻ്റെ മേൽ തന്ന, എൻ്റെ മേൽ വിളിച്ച അങ്ങയുടെ പേര് എൻ്റെ മേൽ നിന്നോ എൻ്റെ തലമുറയുടെ മേൽ നിന്നോ ഒരു നാളും വിട്ടുമാറരുത്. കർത്താവേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളിൽ നിന്നും
പറയുന്നു, ഞങ്ങളുടെ തലമുറയിൽ നിന്ന് ഒരു നാളും വിട്ടുമാറരുത്. അങ്ങ് തന്ന വചനം എൻ്റെ വായിൽ നിന്നോ എൻ്റെ തലമുറയുടെ വായിൽ നിന്നോ ഒരു നാളും വിട്ടുമാറരുത്. കർത്താവ് കുടുംബത്തിന് മേൽ വിളിച്ച പേര്, കർത്താവ് വായിൽ തന്ന ദൈവത്തിൻ്റെ വചനം, കർത്താവ് നമ്മുടെ മേൽ തന്ന അഭിഷേകം നമ്മളിൽ നിന്നോ നമ്മുടെ തലമുറയിൽ നിന്നോ തലമുറയുടെ തലമുറയിൽ നിന്നോ ഒരു നാളും വിട്ടുമാറരുത്. നമ്മെ കാണുന്നവർ യേശുവിനെ കാണട്ടെ. നമ്മുടെ മേൽ വിളിക്കപ്പെട്ട അതേ പേര് തലമുറയുടെ പേരിലും വിളിക്കപ്പെടട്ടെ. അബ്രഹാമിൻ്റെ ദൈവം എന്ന് പേര് വിളിച്ചെങ്കിൽ ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും ഇസ്രായേലിൻ്റെ ദൈവമെന്നും വിളിക്കത്തക്ക രീതിയിൽ ആ പേര് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറട്ടെ. അല്ലെങ്കിൽ ഏലിയാവിൽ നിന്ന് ഏലിശയിലേക്ക് അഭിഷേകം പകർന്നതുപോലെ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി തലമുറയിലേക്ക് പകരട്ടെ. ഹല്ലേലൂയ. പൗലോസിൽ നിന്ന് തിമോത്തിയോസിലേക്ക് ഹല്ലേലൂയ ദൈവിക ശക്തി വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം കൈമാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം അതേ കൈമാറ്റം നമ്മിലേക്ക് സംഭവിക്കട്ടെ. പ്രിയരെ, തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളിലൂടെ വെളിപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെയും ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്ന ഹല്ലേലൂയ മാതാപിതാക്കളായി, ഹല്ലേലൂയ ദൈവ പൈതലായി നമുക്ക് തീരാം. നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത് കർത്താവിനെ അറിയുന്ന ഒരു തലമുറയെ ഉയർത്താൻ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ ഉപയോഗിക്കുമാറാകട്ടെ. നമുക്ക് മാതൃകയുള്ള ജീവിതം നയിപ്പാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.